നമസ്കാരം. അത്യാഹ്ലാദത്തോടെ നിറഞ്ഞ ആവേശത്തോടെ ഒരിക്കൽ കൂടി അറിവിൻ്റെ വിസ്മയിച്ചപ്പ് തുറക്കുകയാണ്. IQ മാസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അവസാനമായിട്ട് നിങ്ങൾ കണ്ടത് എന്താണ്? That is a guitar, right? And it is guitar. അപ്പോൾ ഇതുപോലെ വായിക്കുന്ന സമയത്ത് ഇമാജസ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. ആ ഇമാജസ് നമ്മൾ പകർത്തി വെക്കണം. അപ്പോൾ നമ്മൾ പോകുന്നു ഇന്നത്തെ സെക്ഷനിലേക്ക്. പുസ്തകങ്ങളും രചയിതാക്കളും. സിമ്പിളായൊരു ചോദ്യം തരാം. ഇതിനുത്തരം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. ഉറപ്പില്ല പക്ഷേ പറഞ്ഞു. ഉറപ്പില്ലാതെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാരണവശാൽ ഉത്തരം മാറിക്കഴിഞ്ഞാൽ, തെറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമല്ലോ? 10 പോകും. ലളിതാംബിക അന്തർജനം എല്ലാവർക്കും അറിയാവുന്നത്, നിങ്ങൾക്ക് മാത്രം അറിയാത്തത്. മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം വിദേശികളെല്ലാം പലപ്പോഴും ഇന്ത്യയെ കാണുന്നതും അതുപോലെ തന്നെയാണ്. ഇത്രമാത്രം അത്ഭുതങ്ങൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു ഇന്ദ്രജാലമാണ് ഇന്ത്യ എന്നാണ് പലപ്പോഴും പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും പോകുന്നത് ഇയിലേക്കാണ്. ആഹാ, റെഡി വിത്ത് ചിരി. നല്ല ഹാപ്പി ആയിട്ടിരിക്കും. നല്ല പ്ലസൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരവേൽക്കുക. ആ ചോദ്യങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിരിക്കണം, കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കണം. അതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു, ദിസ് വൺ. റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് ആരുടെ പുസ്തകമാണ്? റിച്ച് ഡാഡ് പുവർ ഡാഡ് ആരുടെ പുസ്തകമാണ്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഉത്തരം മൈക്കിൽ നിന്ന് പിടിച്ചു, പറയാൻ വേണ്ടി ശ്രമിച്ചു, പിന്നെ പറയേണ്ട തീരുമാനിച്ചു, കൈകൊണ്ട് ആക്ഷൻ ഫിനിഷ്. ഓക്കെ, ആർക്കെങ്കിലും പറയാമോ? ഡോൺ മോറിസ്. നോ. ദി ആൻസർ ഈസ് റോബർട്ട് കിയോസാക്കി. അദ്ദേഹത്തിൻ്റെതാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഒരു മണിപ്പേഴ്സിൻ്റെ കഥയാണ്. ഒരു പൈസ, ഈ റിച്ച് ഡാഡ് പൈസയായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക് തിയറിയായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു പുസ്തകമാണത്. അടുത്ത ചോദ്യം ഇതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദിസ് വൺ, പ്ലീസ് വാച്ച്. റിപ്പബ്ലിക് ആരുടെ കൃതിയാണ്? ചോദ്യം ആവർത്തിക്കുന്നു. റിപ്പബ്ലിക് ആരുടെ കൃതിയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. പ്ലാറ്റോ. ആൻസർ പറഞ്ഞു അല്ലേ? പ്ലാറ്റോ എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, നമ്മുടെ മറ്റേ പ്ലാറ്റോ അല്ലേ? നമ്മുടെ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് പ്ലാറ്റോ. നമുക്ക് നമ്മളായിട്ടൊന്നും തീരുമാനം എടുക്കണ്ട. നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ആൻസർ ക്യൂബുണ്ട്. നമ്മൾ ആൻസർ ക്യൂബിലേക്ക് പോവാം. വെരി നൈസ്, നല്ല തീരുമാനം കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ഇനി വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. വെരി സിമ്പിൾ. ചോദിച്ചാൽ ഉത്തരം പറഞ്ഞേക്കണം. കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. ഓക്കെ, ചോദ്യം ഇതാണ്. ഇന്ദുലേഖ. ചോദ്യം ആവർത്തിക്കുന്നു. മലയാളത്തിലെ ആദ്യ നോവലായ ഇന്ദുലേഖയുടെ രചയിതാവ് ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഓ ചന്തുമേനോൻ. ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, വളരെ ടഫാക്കും. ചിലത് വളരെ സിമ്പിളാക്കും. ആൻസർ ക്യൂബിലേക്ക് പോവാം. ദാറ്റ്സ് ഇറ്റ്. ഒറ്റ ചോദ്യം കൂടി, നാലാമത്തെ ചോദ്യം. നിങ്ങൾക്കുള്ള നാലാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കാം, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ഇൻ മാൻ ആൻഡ് അനിമൽസ് ആരുടേതാണ് കൃതി? ചോദ്യം ആവർത്തിക്കുന്നു. എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ഇൻ മാൻ ആൻഡ് അനിമൽസ് ആരുടെ പുസ്തകമാണ് എന്നുള്ളതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഡാർവിൻ. ചാൾസ് ഡാർവിൻ.
എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത്? അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു അങ്ങനെ കേട്ടത്? ചാൾസ് ഡാർവിൻ്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചാൾസ് ഡാർവിൻ ആരാണ്? ബയോളജിസ്റ്റ്. ബയോളജിസ്റ്റ്. ഓക്കെ, ചാൾസ് ഡാർവിൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബുക്കാണ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ആൻഡ് ഇൻ മാൻ ആൻഡ് അനിമൽസ് എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനം. ലെറ്റ് us see. നമ്മൾ ഇതിനകത്ത് പങ്കെടുക്കുമ്പോഴേ, ഈ IQ മാസ്റ്ററിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നത് ഓരോ വയസ്സ് കുറയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാത്തിരിപ്പിന് ശേഷം നിങ്ങളിൽ വരുന്നൊരു പാൽപുഞ്ചിരിയുണ്ട്. അത് ഉത്തരം ശരിയാണെങ്കിൽ അത് വല്ലാത്തൊരു, എൻ്റെ സത്യം പറയാം, ഞാൻ സത്യം പറയുന്നതാണ്, എൻ്റെ കോശങ്ങളിലെല്ലാം ന്യൂറോൺസ് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന സമയം, അത് കാത്തിരിക്കുന്ന നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു ഭാവം. എനിക്കൊരു ക്യാമറ കിട്ടിയത് ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കുമായിരുന്നു. അത് അത്ര മനോഹരമാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരാളുടെ അല്ല പറഞ്ഞു, എല്ലാവരുടെയും അങ്ങനെയാണ്. ആ ഒരു കാത്തിരിപ്പിൻ്റെ ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ണും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, സചേതനമായി അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തി കഴിഞ്ഞതിന് ശേഷം എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയ ഒരു പ്രചോദനമാണ് നിങ്ങൾക്ക് ജസ്സാവുന്ന സമയത്ത്. കീപ്പ് ഇറ്റ് അപ്പ്. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഒരു കാര്യം നേടാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു സ്ട്രെയിൻ, സ്ട്രെസ്സ്, അത് നേടിക്കഴിയുമ്പോഴുണ്ടാകുന്ന ആനന്ദം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അതാണ് എപ്പോഴും ജീവിതത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ് ഇനി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ള ചിരിക്കാനുള്ള അവസരമാണ് കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഓരോ കൃതികളിലേക്ക് പഠിച്ച് എന്താണെന്ന് പറയാനുള്ള അവസരമാണ്. നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒന്നാമത്തെ ചോദ്യം വാച്ച് ചെയ്യാം. എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി ആരുടെ കൃതിയാണ്? ചോദ്യം ആവർത്തിക്കുന്നു. എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി ആരുടെ കൃതിയാണ്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ആങ്സൈറ്റി ഉണ്ടായില്ല, ചിരി ഉണ്ടായില്ല, സൈലൻ്റ് ആയിപ്പോയി, അല്ലേ? അറിയില്ല. ഒരു ഗസ് പോലും ഉണ്ടായില്ല. അത് ഗസ് ഉണ്ടായിട്ട് പറയാതിരുന്നതാണോ? ഗസ് ഉണ്ടായില്ല, ഒരു ഐഡിയയും കിട്ടിയില്ല. ഓക്കെ, ആർക്കെങ്കിലും പറയാമോ? ആഡം സ്മിത്ത്. നോ. ഓക്കെ, ഇത് സ്വാമി രംഗനാഥാനന്ദയുടെ ബുക്കാണ്, എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന് പറയുന്നത്. സ്വാമി രംഗനാഥാനന്ദ. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. Question this one. 2014, the election that changed India. ആരുടെ പുസ്തകം? 2014, the election that changed India എഴുതിയത് ആര്? Your time starts here. ഹലോ, രണ്ടാമത്തെ ചോദ്യമാണ്. എന്ത് ചെയ്യാൻ പറ്റൂല്ലേ? രണ്ടാമത്തെ ആണെങ്കിലും മൂന്നാമത്തെ ആണെങ്കിലും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും? വെള്ളാപ്പള്ളി നടേശനൊന്നുമല്ല. ശശി തരൂരും അല്ല. വിനോദ് റായ്. നോ. സത്യേന്ദ്ര രാജു. നോ. രഘുറാം രാജൻ. നോ. സഞ്ജയ് ബാബു. എല്ലാ എഴുത്തുകാരും കഴിഞ്ഞോ? അതൊന്നും അല്ലാത്ത എഴുത്തുകാർ രാജ്ദീപ് സർദേശായി ആണ്. രാജ്ദീപ് സർദേശായി അദ്ദേഹമാണ് അത് എഴുതിയത്. 2014, ദി ഇലക്ഷൻ ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടിയാണ് കേട്ടോ. ദി തേർഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് വാച്ച്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ആവർത്തിക്കുന്നു, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആരുടെ കൃതിയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. എം മുകുന്ദൻ.
യുവർ ആൻസർ ഈസ് എം മുകുന്ദൻ അല്ലേ? നമുക്ക് നേരിട്ട് ആൻസർ ക്യൂബിലേക്ക് പോകാം. റൈറ്റ് ആൻസർ എം മുകുന്ദൻ. ഞാൻ വായിച്ചിട്ടുണ്ടോ? മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. എം മുകുന്ദൻ്റെ ഏത് കൃതിയാണ് വായിച്ചിട്ടുള്ളത്? ഒന്നും വായിച്ചിട്ടില്ല. എം മുകുന്ദൻ്റെ കൃതിയൊക്കെ വായിക്കണം കേട്ടോ. ഡൽഹി, അതുപോലെ തന്നെ അന്ന് ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വികൃതികൾ, അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഥയുണ്ട്, ആട് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്ത് രസമാണെന്നറിയാമോ വായിക്കാൻ? ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണെന്നറിയാമോ? കുമാരൻ മാസ്റ്റർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വികൃതികളുടെ കഥാപാത്രമാണ്. അൽഫോൺസ് അച്ഛനും കുമാരൻ മാസ്റ്ററും ദൈവത്തിൻ്റെ വികൃതി. ദാസനും ദാസൻ്റെ പ്രണയിനിയുടെ പേര്, കാമുകിയുടെ പേര്, അയ്യോ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ താഴെ ഒരു പാറയുടെ മേളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രമൊക്കെ ഇല്ലേ? വായിച്ചിട്ടില്ലേ? വായിച്ചു കഴിഞ്ഞാൽ മറക്കില്ല. അത്രമാത്രം ഡീപ്പായിട്ടുള്ള പ്രണയമാണ്, പ്രണയത്തിൻ്റെ പ്രണയമാണ്. അറിയില്ല? ഇല്ല. ചന്ദ്രികയാണ് കഥാപാത്രം. ചന്ദ്രികയാണ് അതിനകത്തെ കാമുകി, കാമുകൻ ആണ് ദാസൻ കേട്ടോ. ഇതൊക്കെ വായിക്കണം നിങ്ങൾ. ഇനിയൊക്കെ നിങ്ങൾ ഈ കഥകളൊക്കെ വായിക്കണം. പ്രണയത്തിൻ്റെയൊക്കെ ഒരു സമയമാണ് നിങ്ങൾക്ക്. ഞാൻ പറയുന്നത് ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് പ്രണയം വേണം നമ്മുടെ ജീവിതത്തിൽ. പ്രണയം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രണയിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് സ്പോയിൽഡ് എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പ്രണയം എന്ന് പറയുന്നത് എന്തിനേയും പ്രണയിക്കാൻ സാധിക്കണം. ഞാൻ പ്രണയിക്കുന്ന മാജിക്കിനെയാണ് പ്രണയിക്കുന്നത്. എന്തിനേയും പ്രണയിക്കാൻ നമുക്ക് സാധിക്കണം. പ്രണയം ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. പ്രണയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലും, ജനിച്ചത് പോലും അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. എഫ് ടീമിനുള്ള 4ാമത്തെ ചോദ്യം. വാച്ച് ഇറ്റ്. ഓൺ ദി സോൾ ആരുടെ പുസ്തകം? ഓൺ ദി സോൾ എന്ന പ്രശസ്ത സാഹിത്യ രചന ആരുടേതാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഓൺ ദി സോൾ. നോ ഐഡിയ. നമ്മൾ സോക്രട്ടീസിൻ്റെ ശിഷ്യനാരാണ്? പ്ലാറ്റോയുടെ ശിഷ്യനാരാണ്? അരിസ്റ്റോട്ടിലിൻ്റെ പുസ്തകമാണ് ഓൺ ദി സോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതൊക്കെ അറിയേണ്ടതാണ്. കുട്ടികൾ എന്നുള്ള രീതിയിൽ ഇത്തരം പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളിലേക്ക് അത്ര കടന്നു പോയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. പുസ്തകമേ വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും ഒക്കെ തന്നെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തൊരു സാഹചര്യമേ ഉള്ളൂ. ഈ ചോദ്യം ജിയോടാണ്. ജി ശ്വാസമൊക്കെ എടുത്ത് റെഡിയായി നിന്നോളൂ. 4 ചോദ്യങ്ങളേ ഉള്ളൂ, 4 പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, ജി ടീമിലുള്ള 1ാമത്തെ ചോദ്യം കാണാം സ്ക്രീനിൽ. സിമ്പിൾ ക്വസ്റ്റ്യൻ. 4 കെട്ട്. ചോദ്യം ആവർത്തിക്കുന്നു. മലയാളത്തിലെ മികച്ച രചനകളിലൊന്നായ 4 കെട്ട് ആരുടെ കൃതിയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ടി വാസുദേവൻ. മോളെ ആൻസർ ഒന്നുകൂടി ആവർത്തിക്കാമോ? എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ. കേട്ടില്ല. എം ടി വാസുദേവൻ. എൻ്റെ മോളെ മലയാളികൾ കേട്ട് കഴിഞ്ഞാൽ മോളെ കല്ലെടുത്തെറിയും. എം ടി വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. നമ്മളതിനകത്ത് ഈ നായർ എന്നുള്ളതിൻ്റെ ഇതെന്ന് വെച്ചിട്ട് പറയുന്നതല്ല. ഇത്രമാത്രം ജ്ഞാനപീഠം അവാർഡ് നേടിയ ഒരു വലിയ മലയാളത്തിൻ്റെ എഴുത്തുകാരനെ എം ടി വാസുദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇവിടെ കല്ലില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്തെറിയുമായിരുന്നു. മുഴുവൻ പേരെന്താണ്? മുഴുവനായിട്ട് പറയാം. എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ. അത് തന്നെ വ്യക്തമായിട്ട് പറയണം കേട്ടോ എപ്പോഴും. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കാം യുവർ ആൻസർ റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത്. സോ ദാറ്റ് പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. നമ്മൾ എം ടി വാസുദേവൻ നായരെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? എം ടി വാസുദേവൻ നായർ. ഓക്കെ, 4 കെട്ട് വായിച്ചിട്ടുണ്ടോ? 4 കെട്ട് ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ പുസ്തക വായനയിൽ കുറച്ച് പിന്നിലാണെന്ന് തോന്നുന്നല്ലേ? സാധാരണ അങ്ങനെ റെഗുലറായിട്ട് ബുക്ക് വായിക്കുന്ന ആളുകളല്ല. നമ്മളെ 4 കെട്ടൊക്കെ വായിക്കണം, നിർബന്ധമായിട്ടും വായിക്കണം. ഞാനത് വായിച്ചില്ലെങ്കിൽ മോശമാണ്. കാരണം
നാലുകെട്ട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയുന്നത് മോശമാണ്. ഞാനൊക്കെ നിലമ്പൂരിലെ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ, വിശ്വപ്രഭ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം എടുത്ത് ആദ്യം വായിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് നാലുകെട്ട്. നാലുകെട്ട് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ചിത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കഥ പോലെയാണ്. സെയ്താലിക്കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഉണ്ടക്കണ്ണുകളും കുറ്റിമുടിയുമായിട്ട് ഉള്ളൊരു കഥാപാത്രം. ഈ സെയ്താലിക്കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പുണ്ണിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പുണ്ണി ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഒരു വല്യമ്മാമയുണ്ട്, ഒരു അപ്പുമാമയുണ്ട്, അതുപോലെ തന്നെ അമ്മിണിയെടുത്തിയുണ്ട്. അമ്മിണിയെടുത്തിയോടാണ് ഈ അപ്പുണ്ണിക്ക് ഒരു പ്രണയമൊക്കെ ഉണ്ടാകുന്നത്. ഒരു മാളുണ്ട്, ഒരു തറവാടിലേക്ക് പോകുന്നതും. ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ഒരു കഥയാണ്. എന്തൊരു രസമാണെന്നറിയാം വായിക്കാം. ഒരു ഇരിപ്പിന് മുഴുവൻ വായിച്ചു തീർക്കും. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അവസാനം ഈ അപ്പുണ്ണിയെ രക്ഷിക്കുന്നതും എല്ലാ സഹായവും ചെയ്യുന്നത് സെയ്താലിക്കുട്ടിയാണ്. അങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. അത് ടെലിവിഷൻ സീരിയലായിട്ട് വന്നിട്ടുണ്ട്. എത്രയോ കാലം മലയാളികൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന, ഇപ്പോഴും ചർച്ച ചെയ്യുന്ന, ഇപ്പോഴും വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ നടന്ന കഥയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു എന്താ പറയുക, നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥയാണ് നാലുകെട്ട്. നിങ്ങൾക്ക് വായിക്കണം കേട്ടോ. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോഴാണ് അർത്ഥമുള്ളവരാവുന്നത്. നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത് വെറും 25% മാത്രമാണ്. ബാക്കി 75% പുറത്തു നിന്ന് പഠിക്കേണ്ടതാണ്. കൂട്ടുകാരിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും പഠിക്കേണ്ടതാണ്. പുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അപ്പോഴാണ് പൂർണ്ണമാവുന്നത് ചക്രം. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ദിസ് അൺക്വൈറ്റ് ലാൻഡ് ആരുടെ കൃതിയാണ് എന്നുള്ളതാണ് ചോദ്യം. ദിസ് അൺക്വൈറ്റ് ലാൻഡ് ആരുടെ കൃതിയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. നോ ആൻസർ. പക്ഷേ ഇവർക്കെല്ലാം അറിയുന്നുണ്ടാവും അല്ലേ? അറിയില്ലേ? അയ്യോ, ആർക്കും അറിയില്ല. ദിസ് അൺക്വൈറ്റ് ലാൻഡ് ആരുടേതാണെന്ന് അറിയില്ലേ? അറിയില്ല. ബർക്കാദത്ത് അദ്ദേഹത്തിൻ്റെതാണ് ദിസ് അൺക്വൈറ്റ് ലാൻഡ് എന്ന് പറയുന്ന പുസ്തകം. ബർക്കാദത്ത് അവരുടേതാണ് ദിസ് അൺക്വൈറ്റ് ലാൻഡ് എന്ന് പറയുന്ന പുസ്തകം. ഇനി അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്. മൂന്നാമത്തെ ചോദ്യം. ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ലുക്ക് ഹിയർ ഓൺ സ്ക്രീൻ. ബാല്യകാല സഖി ആരുടെ കൃതിയാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ആവർത്തിക്കുന്നു. ബാല്യകാല സഖി ആരുടെ കൃതിയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം ചോദിച്ചു, അപ്പോഴെ തന്നെ ഉത്തരം പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വളരെ വളരെ ലൈറ്റായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ? ഒരു ചോദ്യം ഇത്തിരി ടഫാവുന്ന സമയത്ത് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതും ഉത്തരം ശരിയാണ്, ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. കാരണം ഇത് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. വാച്ച് ദർ ഓൺ സ്ക്രീൻ. ഒരു ചോദ്യം കൂടി. ആരാണ് ബാല്യകാല സഖിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം? അപ്പോൾ വായിച്ചിട്ടില്ല. ബാല്യകാല സഖി കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ടോ എന്ന്? പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത ബാല്യകാല സഖി, മമ്മൂട്ടി അഭിനയിച്ച സിനിമ കണ്ടിട്ടില്ല? ഇല്ല. ആ നോവൽ വായിച്ചിട്ടില്ല? ഇല്ല. അതൊന്നും അറിയില്ല അല്ലേ? പിന്നെ ഇത് ഈ ചോദ്യത്തിന് വേണ്ടി, ക്വിസിന് വേണ്ടി മാത്രം പഠിച്ചു വെച്ചൊരു കാര്യമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. ആഴത്തിലേക്ക് കയറാത്തതിൻ്റെ കാരണം അതാണ്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിലെ മജീദും സുഹറയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോഴേ മാത്രമാണ് നമുക്കത് ആരാണ് എഴുതിയതെന്ന് അന്വേഷിക്കാനുള്ള വ്യഗ്രത ഉണ്ടാവുകയുള്ളൂ. ഇത്രമാത്രം മനോഹരമായിട്ട് ഇത് എഴുതിയ എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് അത് വരുന്നത്. അതിനകത്തൊരു കാലിൻ്റെ മേളിൽ വരുന്നൊരു കുരു എന്ന് പറയില്ലേ നമ്മൾ? എന്താ പറയുക, ഒരു എന്താണ് പറയുന്നത്? ഈ പസ് നിറഞ്ഞിട്ടുണ്ടാവുന്നൊരു, നമ്മുടെ കാലിലൊരു ഇത് വന്നു കഴിഞ്ഞാൽ പസ് നിറഞ്ഞിട്ടുണ്ടാവുന്ന കുരു അല്ലേ? ആ കുരു പൊട്ടുന്നൊരു സീനുണ്ട്. അതറിയാമോ? അറിയില്ല അല്ലേ? അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു മുത്തം, ഒരു ഉമ്മ കൊടുക്കുന്ന സമയത്ത് അതങ്ങോട്ട് പൊട്ടും. എന്തൊരു സീനാണെന്നറിയാമോ? അതൊക്കെ മനോഹരമായിട്ടുള്ള സീനാണ്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നിങ്ങൾക്കുള്ള നാലാമത്തെ ചോദ്യം ഇതാണ്. സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ട് ആരുടെ കൃതിയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ട് ആരുടെ കൃതിയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. കപിൽ ദേവ്.
കപിൽ ദേവ്. സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ട് കപിൽ ദേവിൻ്റെ കൃതിയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ. സമയം തീരുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നോക്കാം. നമുക്ക് ആൻസർ ക്യൂബിലേക്ക് പോവാം. വാച്ച് ദാറ്റ്. ആൻസർ. കൺഗ്രാജുലേഷൻസ്. വെരി നൈസ്, വെരി നൈസ്. ഇനി 4 ചോദ്യങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. 4 ചോദ്യങ്ങൾ. ടീം എച്ചിലേക്കാണ് വരുന്നത്. നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. 1-2 കണ്ടീഷൻസ് നിങ്ങളോട് പറയുന്നു. കാരണം നിങ്ങൾ കുറച്ച് മാർക്ക് കുറഞ്ഞു നിൽക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യം വ്യക്തമായിട്ട് കേൾക്കണം. ചോദ്യം വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉത്തരം പറയാവൂ. ആവേശത്തോടുകൂടി പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും പറയരുത് കേട്ടോ. 4 ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, അഥവാ ഉത്തരം തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് മാർക്കാണ് സംഭവിക്കുക. അതും മറക്കരുത്. ഓക്കെ. നിങ്ങൾക്കുള്ള 1ാമത്തെ ചോദ്യം ഇതാണ്. ചെമ്മീൻ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നോവൽ ചെമ്മീനിൻ്റെ രചയിതാവ് ആരാണ്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. തകഴി. ചെമ്മീൻ്റെ രചയിതാവ് തകഴി. 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 ഓക്കെ, നോക്കാം. സ്ക്രീനിലേക്ക് നോക്കാം. റൈറ്റ് ആൻസർ. ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നിറഞ്ഞൊരു കയ്യടിയാണ് കിട്ടിയത്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ചെമ്മീൻ ആര് രചിച്ചതാണ് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങൾ ഡിസ്കസ് ചെയ്തത്, എന്താണ് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് എന്നിട്ട് പോലും കൺഫ്യൂഷനായി. ഞാൻ അവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും അവിടെ നിന്ന് ഒന്ന് പറഞ്ഞെങ്കിൽ ആഗ്രഹിക്കുന്ന ശരിക്കും കാണുമായിരുന്നു. നിങ്ങളുടെ പാരൻസ് മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുമായിരുന്നു നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞെങ്കിൽ എന്നുള്ളത്. എന്നിട്ട് പോലും കുറച്ച് സമയം എടുത്തതിന് ശേഷം തകഴിയാണോ എം ടി ആണോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. തകഴി ചെമ്മീൻ, തകഴി ചെമ്മീൻ, തകഴി ചെമ്മീൻ. കയർ ആരുടേതാണ്? കയർ ആരാണ്? തകഴി. തകഴി ആരാണ്? സിനിമാകാരനോ? അയ്യോ. തകഴി ശിവശങ്കരപ്പിള്ള ജ്ഞാനപീഠമൊക്കെ നേടിയിട്ടുള്ള മലയാളത്തിൻ്റെ ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെമ്മീൻ സിനിമയായി, മധു അതിനകത്ത് അഭിനയിച്ചു. സിനിമ എന്നുള്ള ഒരാമോ കാര്യമായിട്ട്, അതുപോലെ സിനിമയൊന്നും അല്ല എൻ്റെ പ്രശ്നം, ആ കൃതിയാണ് അതിൻ്റെ പ്രശ്നം. കൃതിയാണ്, അത്രമാത്രം മനോഹരമായിട്ട് കൃതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 2ാമത്തെ ചോദ്യമാണ് നിങ്ങൾക്കുള്ളത്. ദി ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. ട്രാജഡി ഓഫ് ഹാംലെറ്റ് ആരുടെ കൃതിയാണ്? ആവർത്തിക്കുന്നു, ട്രാജഡി ഓഫ് ദി ഹാംലെറ്റ് ആരുടെ കൃതിയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഇറ്റ്സ് എ ട്രാജഡി ഓഫ് എച്ച് അല്ലേ? ട്രാജഡി ഓഫ് ഹാംലെറ്റ് ആരുടെ കൃതിയാണ്? വില്യം ഷേക്സ്പിയർ. അതും അറിയില്ല. ഓക്കെ ഓക്കെ, ഞാൻ 1-2 ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തു. ഷേക്സ്പിയറിൻ്റെ ഏറ്റവും അവസാനത്തെ കൃതി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ദി ടെമ്പസ്റ്റ്. ടെമ്പസ്റ്റിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആന്റോണിയോ അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം പ്രോസ്പെറോ ആണ്. പ്രോസ്പെറോ എന്ന് പറയുന്നൊരു മഹാമാന്ത്രികനാണ് അല്ലേ? പ്രോസ്പെറോ എന്ന് പറയുന്ന മഹാമാന്ത്രികനെ അനുജൻ ആന്റോണിയോ ആണ് രാജ്യത്ത് നിന്നും കടത്തിവിടുന്നത്. പ്രോസ്പെറോയുടെ മകളുടെ പേര് മിറാൻഡ. അലോൺസ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അതുപോലെ തന്നെ മിറാൻഡയെ സ്നേഹിക്കുന്ന ആളുടെ പേര് ഫെർഡിനൻഡ്. ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ഒരു ആ ദ്വീപിനകത്ത് അവരെത്തിപ്പെടുന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിനകത്തൊരു വലിയ മരമുണ്ട്. ആ മരത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഏരിയലിനെയാണ് ശിഷ്യനാക്കിയിട്ട്
അവിടെ അത്ഭുത കൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ആ ഒളിപ്പിച്ചു വെച്ച ഒരു ഭൂതമുണ്ട്. ആ ഭൂതത്തിൻ്റെ പേര് സിക്കോറാക്സ്. ഇതൊക്കെ നിങ്ങൾ ആ പുസ്തകം വായിക്കും. ഷേക്സ്പിയറിൻ്റെ ബുക്ക് എടുത്തിട്ട് വായിച്ച് തകർക്കണം. അപ്പോഴേ ഇതൊക്കെ കഥാപാത്രങ്ങളെ കയറി വരുള്ളൂ. പുസ്തകം വായിക്കാതെ മക്കളെ പുസ്തകത്തിനകത്തേക്ക് കയറിപ്പോകാൻ സാധിക്കില്ല. പുസ്തകം വായിച്ചാൽ മാത്രമേ കഥാപാത്രങ്ങൾ ജീവനോടുകൂടി നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുകയുള്ളൂ. പുസ്തകം വായിക്കാതെ പുസ്തകം വാങ്ങി ലൈബ്രറിയിൽ വെച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകണം, ഹൃദയം ചേർത്ത് വെക്കണം. ഹൃദയത്തിലേക്ക് ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ നമ്മൾ ഇഷ്ടം പോലെ സ്വീകരിക്കണം. അപ്പോഴാണ് നമ്മളിൽ എഴുത്തും അക്ഷരവും എല്ലാം നിറഞ്ഞു വരുന്നത്. ഓക്കെ, ആൻഡ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് യുവർ തേർഡ് ക്വസ്റ്റ്യൻ, പ്ലീസ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഏഞ്ചൽസ് ആൻഡ് ഡിമൻസ് ആരുടെ രചനയാണ്? ഏഞ്ചൽസ് ആൻഡ് ഡിമൻസ് ആരുടെ രചനയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ടൈം ഈസ് ഓവർ. എല്ലാവരും പറയുന്നത് കേൾക്കണം. യെസ്, ടെൽ മീ. ഡാൻ ബ്രൗണിൻ്റെ പുസ്തകമാണ് ഏഞ്ചൽസ് ആൻഡ് ഡിമൻസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്, വെരി സിമ്പിൾ. ഓക്കെ, റെഡി ഫോർ ദാറ്റ്? ഓക്കെ, പ്ലീസ്. ദി ഫോർത്ത് ക്വസ്റ്റ്യൻ: കള്ളൻ പവിത്രൻ ആരുടെ രചനയാണ്? കള്ളൻ പവിത്രൻ ആരുടെ കൃതിയാണ്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ഓരോരുത്തർ പുസ്തകം കിട്ടാത്ത സമയത്ത്, പുസ്തകം വായിക്കാൻ പണമില്ലാതിരിക്കുന്ന സമയത്ത് മോഷ്ടിച്ചെടുത്ത് കള്ളൻ പവിത്രന്മാരായിട്ട് പുസ്തകം വായിക്കുന്ന ആളുകളുണ്ട്. പുസ്തകം, ഞാൻ വീണ്ടും മാതാപിതാക്കളോട് കൂടി പറയുകയാണ്, പാഠപുസ്തകങ്ങളിൽ മാത്രം ഒരിക്കലും നമ്മളുടെ അറിവ് ഒതുങ്ങി നിൽക്കുന്നില്ല. നിങ്ങൾ പഠിക്കണം, മാർക്ക് വാങ്ങിക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പാഠം മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. വായിക്കണം, ധാരാളം പുസ്തകങ്ങൾ വായിക്കണം, കിട്ടാവുന്ന അത്രമാത്രം പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങളിലൂടെ മാത്രമേ ഹൃദയം വലുതാവുകയുള്ളൂ, മനസ്സ് വികസിക്കുകയുള്ളൂ. ധാരാളം ബുക്കുകൾ വായിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കൂളിലെ പാഠങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ക്ലാസ്സിൽ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ സ്വീകരിക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വീട്ടിൽ പോയി കഴിഞ്ഞ ശേഷം പുസ്തകങ്ങൾ പഠിച്ചില്ലെങ്കിൽ പോലും ജനറലായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് അവൈലബിളാണ്. ഓൺലൈൻ വഴി ഇഷ്ടംപോലെ പുസ്തകങ്ങൾ അവൈലബിളാണ്. പുസ്തകങ്ങൾ ധാരാളം വായിക്കൂ. വായിക്കാതെ ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സ് വികസിക്കുകയില്ല. മനസ്സിലായോ? ഇത് ഞാൻ എല്ലാ രക്ഷിതാക്കളോട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടുകൂടി പറയുന്നതാണ്. നമ്മുടെ കുട്ടികളെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സ് വികസിക്കുകയുള്ളൂ. കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന ആരുടെ കൃതിയാണ്? ഒരു സിനിമയുണ്ടായിട്ടുണ്ട് കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞിട്ട്. ആരുടേതാണ്? മലയാളത്തിൽ അറിയില്ല. ഞാൻ ഗന്ധർവൻ ആരുടെ സിനിമയാണ്? പത്മരാജൻ. അതേ വ്യക്തിയുടെ തന്നെ കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന സിനിമയും കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന പുസ്തകം പത്മരാജൻ്റെ പുസ്തകമാണ്. മനോഹരമായ പുസ്തകമാണ് കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന പുസ്തകം. 4 ചോദ്യങ്ങളും നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളും ഇവിടെ തീരുകയാണ്. അപ്പോൾ മൊത്തം 32 ക്വസ്റ്റ്യൻസ് ഇവിടെ തീർന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് അത്രമാത്രം മനോഹരമായിരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും മനോഹരമാവുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ വിചാരിച്ചത് നിങ്ങൾ ധാരാളം ബുക്കുകൾ വായിക്കുന്നവരാണെന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുകയാണ്, ക്വിസ് കോമ്പറ്റീഷന് മാത്രം ചോദ്യങ്ങളെ തേടിപ്പോകരുത്. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ കാണാപ്പാഠം പഠിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം അറിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ധാരാളം ബുക്കുകൾ വായിക്കുകയെന്ന് മാത്രമേ വഴിയുള്ളൂ. ദർ ഇസ് നോ മെഡിസിൻ ഫോർ നോളജ്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞതിന് ശേഷം അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഗുളിക വാങ്ങിക്കാൻ ഒരു ഗുളികയും ഇന്ന് അവൈലബിൾ അല്ല, ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, കിട്ടാവുന്ന അത്രമാത്രം പുസ്തകങ്ങൾ, കിട്ടാവുന്ന അത്രമാത്രം സമയങ്ങളിൽ മുഴുവൻ വായിച്ചു തീർക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് എൻ്റെ ഒരു വിനീതമായ റിക്വസ്റ്റാണ്. കുട്ടികൾ പുസ്തകം വായിക്കണം. ആ വായിക്കുമെന്നുള്ളത് എനിക്കൊന്ന് പ്രോമിസ് ചെയ്യാമോ? എല്ലാവരും കൈ നീട്ടി പ്രോമിസ് ചെയ്തേ. ഇതൊരു പ്രോമിസായിട്ട് ഞാൻ എടുക്കുകയാണ്. ഇന്ന് മുതൽ കിട്ടാവുന്ന അത്രമാത്രം ബുക്കുകൾ വായിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, പുസ്തകം വായിക്കാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം പ്ലീസ്. ഓക്കെ, ഞാൻ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ കുറച്ച് ഇമോഷണലായി പോയെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ പുസ്തകം ഇത്രമാത്രം വായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അവസാന ഘട്ടം എന്ന് പറയുമ്പോൾ
ഇപ്പോൾ നമ്മൾ അന്യരൊന്നുമല്ല. എനിക്ക് എൻ്റെ കുട്ടികളെ പോലെയാണ് നിങ്ങളോട് തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ കുട്ടികൾ അത്രമാത്രം ബുക്ക് വായിക്കുന്നവരല്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു വേദന. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. ഒന്ന് നമുക്ക് റിലാക്സ് ചെയ്യാം. ഞാനൊരു ചെറിയ മാജിക് കാണിച്ചിട്ട് അതെല്ലാം പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കാം. പറഞ്ഞത് തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ആ ഒരു ഇമോഷണൽ സൈഡെല്ലാം തിരിച്ചെടുക്കാം. പക്ഷേ പറഞ്ഞതാണ് കേട്ടോ, വാക്ക് മാറ്റുന്നില്ല. ഓക്കെ മാജിക് എന്ന് പറയുമ്പോൾ 2 ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ മാജിക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം കമ്മിങ് ദർ. എൻ്റെ കയ്യിലൊരു ഡെക്ക് കാർഡ്സ് ഉണ്ട് അല്ലേ? ഈ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ മാജിക് കാണിക്കാം നമുക്ക്. ഈ കാർഡ്സിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാർഡ്സും ഉള്ള സാധാരണ ഡെക്കാണത്. ഓക്കെ, ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ കാർഡ്സിനെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീണ്ടും ഞാൻ കാണിക്കുന്നു. ഓൾ കാർഡ്സ് ആർ ഹിയർ. ഇനി ഭാവൻസ് വിദ്യാമന്ദിർ ചെയ്യേണ്ടത്, എളമക്കര ചെയ്യേണ്ടത്, ഞാൻ ഈ കാർഡ്സ് വെച്ച് കഴിഞ്ഞ ശേഷം യു ക്യാൻ ടേക്ക് 1 കാർഡ് ഫ്രം ദിസ്. ഒരു കാർഡ് എടുക്കാം. കാഷ്വലി യു ക്യാൻ ടേക്ക് 1 കാർഡ്. ടേക്ക് ഇറ്റ്. ആ കാർഡ് എന്നെ കാണിക്കേണ്ട, അത് കയ്യിൽ വെച്ചാൽ മതി. കയ്യിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം കയ്യിൽ തന്നെ സൂക്ഷിക്കുക. ഏത് കാർഡാണെന്നുള്ളത് നിങ്ങൾ മാത്രം കണ്ടാൽ മതി. ആൻഡ് നെക്സ്റ്റ് ഈസ് യുവർ ടേൺ. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ കാർഡിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എവിടെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഹാഫ് ഡെക്ക്. ഇനി ചെയ്യേണ്ട ഒറ്റ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ചെയ്യേണ്ടത് ഈ ടേബിളിന് മുകളിലേക്ക് മൈക്കിൽ കൗണ്ട് ചെയ്യണം. അതായത് 1, 2, 3, 4, 5 ഇങ്ങനെ കൗണ്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കണം. അതിന് മുമ്പായിട്ട് കാര്യം ചെയ്യാം. ഒരു നമ്പർ പറഞ്ഞോളൂ. 1-നും 10-നും ഇടയിലുള്ള നമ്പർ, അല്ലെങ്കിൽ 10-നും 20-നും ഇടയിലുള്ള നമ്പർ. 5. 10-നും 20-നും നമ്പർ 11. ഓക്കെ, യു ക്യാൻ കൗണ്ട് 11 കാർഡ്സ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കാർഡ്സ്. ഈ 11 കാർഡ്സ് കയ്യിൽ തന്നെ ഇതുപോലെ തന്നെ വെക്കുക. ബാക്കിയുള്ള കാർഡ്സിലേക്ക് തന്നേക്ക്. ഈ 11 കാർഡ്സ് മാത്രം കയ്യിൽ വെച്ചാൽ. ഞാൻ ചോദിക്കുന്നു, എത്ര കാർഡ്സ് ഉണ്ട് കയ്യിൽ? 11 കാർഡ്സ്. ഓക്കെ, ഇനി ഏത് കാർഡാണ് എടുത്തത് എന്ന് എനിക്കറിയില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഷോ ദാറ്റ് കാർഡ് ടു ദി ക്യാമറ. വാട്ട്സ് ദാറ്റ് കാർഡ്? 3. ഓക്കെ, എത്ര കാർഡാണ് കയ്യിലുള്ളത്? 11 കാർഡ്സ്. ഓക്കെ, ഇനി മോൻ ചെയ്യേണ്ട ഒരു കാര്യം സിമ്പിളാണ്. ഒരു ഇൻവിസിബിൾ ഡെക്ക് കയ്യിലുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇൻവിസിബിൾ ആയിട്ട് ഒരു കാർഡ് കയ്യിലുണ്ട്. അതിനകത്ത് ഒരു കാർഡ് ഞാൻ അങ്ങോട്ട് ഇട്ട് തരും എൻ്റെ കയ്യിൽ. ആ കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇൻവിസിബിൾ ആയിട്ട് ആ കാർഡിനെ ക്യാച്ച് ചെയ്യണം. ആൻഡ് യു ത്രോ ദാറ്റ് കാർഡ് ടു ഹിയർ. കാർഡ് ഇവിടെ നിന്നും വീഴരുത്, അങ്ങോട്ട് ശക്തിയായിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കാർഡ് എയറിൽ നിന്ന് പിടിക്കണം, അതിനകത്തേക്ക് വെക്കണം. ആ കയ്യിലുള്ള കാർഡ് ഉയർത്തി പിടിച്ചോളൂ. ഓക്കെ, 11 കാർഡല്ലേ ഉള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി ഫസ്റ്റ് കാർഡ്. ക്യാച്ച് ഇറ്റ്. ഓക്കെ, വണ്ടർഫുൾ. നന്നായിട്ട് എറിയാനറിയാം. ഓക്കെ, ത്രോ ദാറ്റ്. Catch it. Wonderful. All right. Keep it there on top. Okay. And here is the second card. 3 കാർഡ് സെലക്ട് ചെയ്ത്. 3 സെലക്ട് ചെയ്ത്. Okay. Catch it. Oh, wonderful. And throw that. Yes. Keep it there. എല്ലാ കാർഡും അങ്ങോട്ട് അറിയുന്നു. ഇങ്ങോട്ട് എറിഞ്ഞേക്ക്. Next one. Come on. Catch it. Throw that. All right. Okay. ഇപ്പോൾ എത്ര കാർഡ് ഉണ്ട് അതിനകത്ത്? 14. ഇൻവിസിബിൾ കാർഡൊക്കെ കൂട്ടിയിട്ട് 11 കാർഡുകളും 3 ഇൻവിസിബിൾ കാർഡുകളും അല്ലേ? 11 കാർഡുകളുണ്ട്, 3 ഇൻവിസിബിൾ കാർഡുകളുണ്ട്. ആൻഡ് യു ക്യാൻ കൗണ്ട് ഇറ്റ് പ്ലീസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഞാൻ പറഞ്ഞ എന്തിനായി മാജിക് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ കൂട്ടുകാർ ചെയ്യേണ്ടത് പരസ്പരം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ ഇപ്പോൾ 3 കാർഡ് എറിഞ്ഞെടുത്ത് കൊടുത്തതുപോലെ ആ പറയുന്ന ആശയങ്ങളെ മനോഹരമായിട്ട് പിടിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാപ്തരാവണം. കാര്യങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങളുടെ വിശ്രമ സമയങ്ങളിൽ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള, എഴുത്തുകാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ബുദ്ധിയെ ഒരുപാട് വികസിപ്പിക്കുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ സ്കോർ ബോർഡിലേക്ക് പോവാം. Team A 220 marks, Team B 130 marks, Team C 70 marks, Team D 80 marks, Team E 220 marks, Team F 210 marks, Team G 100 marks and Team H 20 marks. ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് നേരിയ വ്യതിയാനങ്ങളോട് കൂടിയാണ് നിൽക്കുന്നത്. ചിലതെല്ലാം ഏറ്റക്കുറച്ചിലുകളുണ്ട്, എങ്കിൽ പോലും ചില ഗ്രൂപ്പുകൾ തമ്മിൽ ഒരേ മാർക്കിലാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. വിജയത്തിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ ഇനിയും ഒരുപാട് ബുദ്ധിപരമായിട്ട് നിങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ഓക്കെ, ഓരോ ചോദ്യങ്ങളും, ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. തീർച്ചയായിട്ടും ശരി ഉത്തരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. മാന്ത്രിക മുഹൂർത്തങ്ങളുണ്ട്, നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഒരു ദിവസം കൂടി. സോ ഹിയർ നൗ, ഗുഡ് ബൈ.